മൂഡ് മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? രാവിലെ നമ്മൾ ഹാപ്പി ആയിരിക്കും, പക്ഷെ കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ എന്തോ ഒരു കാരണത്താൽ മൂഡ് അങ്ങോട്ട് മാറും. എന്താ നമ്മളെ മനസ്സിൽ സംഭവിക്കുന്നത്? ചിലപ്പോൾ മൂഡ് ഓഫ് ആവും, അന്ന് തന്നെ ചിലപ്പം ഹാപ്പി ആവും നമ്മൾ. ഇതല്ലല്ലേ നമ്മളെ മനസ്സിന് സംഭവിക്കുന്ന മൂഡിൻ്റെ കാര്യങ്ങൾ? എന്തുകൊണ്ടാണെന്നറിയുമോ പെട്ടെന്ന് മൂടങ്ങനെ മാറുന്നത്? ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ മനസ്സിന് വല്ലാണ്ട് ഇമ്പാക്റ്റ് ചെയ്യിക്കും. ഒരാൾ പറഞ്ഞൊരു വാക്കോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഒരു കോളോ അല്ലെങ്കിൽ ഒരു ചെറിയ സംഭവം മതി ചിലപ്പോൾ നമ്മളെ മൂഡ് മാറ്റാൻ. ഇത്രയൊക്കെയല്ലേ വേണ്ടും നമ്മളെ മൂഡ് മാറ്റാൻ. കാരണം സംഭവത്തേക്കാൾ പ്രധാനപ്പെട്ടത് നമ്മുടെ മനസ്സാണ്. അതിനെ നമ്മളെങ്ങനെ കാണുന്നു, ആ സംഭവം അത് നമ്മളെങ്ങനെയാണ് കാണുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും മൂഡ്. ആ ഒരു സംഭവം ചെറിയൊരു സംഭവമായിരിക്കും, അതിനെ അവിടെ അന്നേരം കളഞ്ഞു വന്നാൽ നമ്മളെ മൂഡ് ഹാപ്പി ആയിരിക്കും. പക്ഷെ ഇതിങ്ങനെ ഓർത്തോർത്ത് അത് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താവും? മൂഡ് ഓഫ് ആവും. പിന്നെ ഒരു പാട്ട് കേട്ടാൽ, ഒരു സ്ഥലം കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്മെല്ല് കിട്ടുമ്പോൾ ഒക്കെ നമുക്ക് ചിലപ്പം പഴയ മെമ്മറി വരും. അപ്പം എന്താവും? നമ്മളെ ഇമോഷൻസും അതിനൊത്തു പോവും. അന്നേരം എന്താവും? ചിലപ്പം ഹാപ്പിയാവും, ചിലപ്പം മൂഡിയാവും നമ്മൾ. പിന്നെ നന്നായി ഉറങ്ങാത്ത ദിവസങ്ങളിൽ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കും. ദേഷ്യം പിടിക്കും. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇറിറ്റേറ്റഡ് ആവും. അതായത് വല്ലാത്തൊരു ശല്യം പോലെ തോന്നും, ചെറിയ കാര്യമാണെങ്കിൽ പോലും. ശരീരത്തിൻ്റെ അവസ്ഥയും മനസ്സിൻ്റെ അവസ്ഥ പോലെ തന്നെയാണ്. നമ്മൾ ഉറങ്ങാണ്ട് ഉറക്കളച്ചിരുന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിനോട് കണക്റ്റഡാണ്. പിന്നെ വിശപ്പ്, അത് നമ്മളെ മൂഡിനെ ബാധിക്കുന്നില്ലേ? ഉണ്ട്. വിശന്നിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഇറിറ്റേറ്റഡ് ആവും, ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയില്ല. നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ, ഈ ഇവനെന്ന് വെരുകിനെ പോലെ നടക്കുന്ന അതുപോലെ ആയിരിക്കും. ഈ ഫുഡ് സമയത്തിന് കഴിക്കാണ്ട് നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ്. അപ്പോഴാണ് ചിലപ്പം നമ്മൾ ചോദിക്കും, നീ എന്താ ഇങ്ങനെ ദേഷ്യം പിടിച്ച പോലെ എന്ന് ചോദിക്കുമ്പോൾ ആണ് പറയാം, എനിക്കാകെ വിശക്കുന്നു, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ പറയാറില്ലേ? പിന്നെ ഉള്ളതാണ് മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുക. അത് നമ്മളെ ഒരു ശാപമാണ് നമ്മളെ ജീവിതത്തിലെ. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ നല്ല മൊമെൻറ്റ്സൊക്കെ കാണും, സന്തോഷിക്കുന്നതും ഭാര്യയും ഭർത്താവും. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവിൻ്റെ ഇൻ്റർവ്യൂ ആണെങ്കിൽ അവരെ ചിരിയും കളിയും ഒക്കെ കാണുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യും. അയ്യോ, ഞാനും എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെയൊന്നും അല്ലല്ലോ, എനിക്ക് കിട്ടി ഇങ്ങനെയുള്ള ആളല്ലല്ലോ എന്നൊക്കെ ഓർത്ത് നല്ലോണം കമ്പയർ ചെയ്യും അതിനോട്. അതുപോലും നമ്മളെ മൂഡിനെ ബാധിക്കും, അതെപ്പോഴും ശ്രദ്ധിക്കണം. പക്ഷെ ഒരു കാര്യം, മൂഡ് മാറുന്നത് ഒരിക്കലും മോശമായ കാര്യമല്ല. മനുഷ്യൻ്റെ ഇമോഷൻസ് ഉണ്ടല്ലോ, അത് സ്വാഭാവികമായി മാറിക്കൊണ്ടിരിക്കും. അതായത് ഇമോഷൻസ് എന്ന് പറയുന്ന സന്തോഷം, സങ്കടം, ദേഷ്യം, പേടി എല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ എല്ലാവർക്കും വരും. ഇത് വരാതിരിക്കുന്നതാണ് മോശം. അപ്പം മൂഡ് മാറുന്നത് നല്ലതാണ്. അപ്പോഴും നമ്മുടെ മൂഡ് മാറുന്നത് നമുക്കെപ്പോഴും തടയാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ മൂഡ് മാറിയപ്പോൾ അതിന് പിന്നിലെ കാരണം മനസ്സിലാക്കാൻ നമുക്കൊന്ന് പഠിക്കാൻ പറ്റും. എന്തായിരുന്നു ഞാൻ നേരത്തെ മൂഡ് ഓഫ് ആയത് എന്ന്. കാരണം മനസ്സിനെ മനസ്സിലാക്കുന്നത് നമ്മെ മനസ്സിലാക്കുന്ന പോലെയാണ്. അതായത് നമ്മളെ മനസ്സിനെ മനസ്സിലാക്കുന്നത്
നമ്മളെ തന്നെ നമ്മൾ മനസ്സിലാക്കില്ലേ, അതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഒറ്റൊരു വാക്കിലെല്ലാം എടുത്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കക്കുറവ്, വിശപ്പ്, ക്ഷീണം, പിന്നെ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം, അത് ഭയങ്കരമായിട്ട് നമ്മളെ മൂഡിനെ ബാധിക്കുന്നതാണ്. അധിക പേർക്കും ഇന്നുള്ള എല്ലാ അസുഖങ്ങളും ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. അത് നമ്മുടെ മൂഡിനെ നിയന്ത്രിക്കും, ശരീരത്തിനെ നിയന്ത്രിക്കും, എല്ലാം മനസ്സിനെ നിയന്ത്രിക്കും, എല്ലാം നിയന്ത്രിക്കും. അത് ഭയങ്കര ഒരു അപകടമുള്ള അവസ്ഥയാണ്. പിന്നെ മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ അവരൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ നമ്മളെന്ത് ചെയ്യും, അവരങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അവരിങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് മൂഡ് കളയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരെങ്ങനെ വേണ്ടിക്കലും വിചാരിക്കട്ടെ, നമ്മൾ നമ്മളെ കാര്യം നോക്കുക. ചിലപ്പോൾ ഒരു കാരണമില്ലാണ്ട് മൂഡിങ്ങനെ മാറുന്നത് പോലെ തോന്നും. അതൊരു മനസ്സിൻ്റെ കളിയാണ്, അതങ്ങ് വിട്ടേക്ക്. ആ മൂടങ്ങനെ അങ്ങ് ശരിയായി വന്നോളും. പിന്നെ ഈ മൂഡ് മാറുന്നതൊക്കെ ശരിയാണ്. അത് തുടർച്ചയായിട്ട് നമ്മളെ ദൈനംദിന ജീവിതത്തിൽ ബാധിക്കുകയോ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഒരാളോടും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു റിസ്കിലേക്കാണ് പോകുന്നത്, അതായത് ഒരു അപകടത്തിലേക്ക്. അപ്പം എന്ത് ചെയ്യണം, നമ്മളൊരാളോട് കാര്യം പറയണം. അതിനാണ് പറയുന്നത്, ഫ്രണ്ടോ അങ്ങനെ ആരോടെങ്കിലും, ആരും പറയാനില്ലെങ്കിൽ ഒരു കൗൺസിലറുടെ അടുത്തെങ്കിലും പോയി കാര്യങ്ങൾ പറയാം. പ്രശ്നം വഷളാക്കാൻ പാടില്ല എന്നർത്ഥം. പ്രശ്നം വേഗം സോൾവ് ചെയ്യാം. ഓക്കെ, നല്ലത് വരട്ടെ.